റിവൈവൽ എന്നുള്ള വാക്ക് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ? റിവൈവൽ, ഉണർവെന്ന് പറയുന്ന വാക്ക്. പുതിയ നിയമത്തിൽ എവിടെയാ ഉണർവുണ്ടായ? ആദ്യം മാളിക മുറിയിൽ ഒരു റിവൈവൽ ഉണ്ടായി. അത് കഴിഞ്ഞ് ഭൂമിയിൽ ഒരുപാട് റിവൈവൽസ് ഉണ്ടായി. അസൂസ സ്ട്രീറ്റ് റിവൈവൽ, വെൽഷ് റിവൈവൽ എന്ന് പറയുന്ന ഒരുപാട് റിവൈവൽസ് ഉണ്ട്. അങ്ങനെ വെൽഷ് റിവൈവൽ എന്ന് പറയുന്ന ഒരു റിവൈവൽ സംഭവിച്ചപ്പോൾ അവിടുന്ന് ഒരു മിഷണറി ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് വന്നു. അവിടെ വന്ന് സുവിശേഷം പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു യേശു മാത്രം ജീവിക്കുന്ന കർത്താവെന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു കുടുംബം ഒഴികെ ബാക്കി ആരും ഇതിനെ കൈക്കൊണ്ടില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് സത്യം, ഞങ്ങൾ ആശ്രയിക്കുന്നതാണ് സത്യം, ഞങ്ങളുടെ ദൈവമാണ് സത്യം എന്നുള്ള നിലയിൽ ആരും അതിനെ കൈക്കൊണ്ട്. അങ്ങനെ ആ ഒരു കുടുംബം യേശുവിനെ ആരാധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇതറിഞ്ഞ ആ നാട്ടിലുള്ള അവരുടെ മൂപ്പൻ അവരെ പബ്ലിക്കായിട്ട് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ തള്ളി പറയണം. ആ കുടുംബത്തിൽ ഒരു പിതാവും മാതാവും 2 കുഞ്ഞുങ്ങളുമായിരുന്നു ഉള്ളത്. പിതാവ് പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. നമ്മളൊക്കെ പാടുന്നൊരു പാട്ടാണ്, യേശുവിൻ പിൻപേ പോകാനൊരു. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഈ മൂപ്പന് വളരെയധികം ദേഷ്യമായി. അദ്ദേഹം തൻ്റെ 2 ആൺമക്കളെ മുൻപിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവരെ അമ്പെയ്ത് ആ അപ്പൻ്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് തന്നെ കൊന്നു. എന്നിട്ട് ആ മൂപ്പൻ ഒന്നും കൂടെ ചോദിച്ചു, നിന്റെ 2 കുഞ്ഞുങ്ങളും നിന്റെ കണ്ണിന് മുൻപിൽ മരിച്ചു വീണു, ഇനി നീ പറ, ഈ യേശുവിനെ വേണോ അതോ വേണ്ടയോ? വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഞാൻ യേശുവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുൻപിലേക്ക് വിളിച്ച് എല്ലാവരും കാണുകെ അമ്പെയ്ത് കൊന്നു. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയെങ്കിലും നിനക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇനിയും നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു? അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. അദ്ദേഹത്തെ മുൻപിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിന്റെ കുടുംബം മുഴുവൻ നിന്റെ കണ്ണിന്റെ മുൻപിൽ നിനക്ക് നഷ്ടമായി, നിനക്ക് ഞാൻ ഒരവസരം കൂടെ തരാം, നീ യേശുവിനെ തള്ളി പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. തിരിച്ചൊരു മടങ്ങിപ്പോക്കില്ല. അദ്ദേഹത്തെയും അവിടെ പെർസിക്യൂട്ട്, അതായത് അദ്ദേഹത്തെയും അവിടെ അമ്പെയ്ത് കൊന്നു. പക്ഷെ സംഭവിച്ച കാര്യം ഇതാണ്, അദ്ദേഹവും അവിടെ കുടുംബവും അവിടെ ജീവൻ കൊടുത്തെന്ന് വന്നാലും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും യേശുവിനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ശിക്ഷിച്ച മൂപ്പൻ പോലും മുട്ടുമടക്കി കരഞ്ഞ് യേശുവിന് തന്റെ ജീവിതത്തെ കൊടുത്തു. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തെക്കാളും വലുതാണ് യേശുവെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. യേശുവിന്റെ പുറകെ പോകാൻ ഞാൻ തീരുമാനമെടുത്താൽ ഒന്നിനും എന്നെ പിന്മാറ്റാൻ കഴിയത്തില്ല. എൻ്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ശത്രുവിനോ ശത്രുവിന്റെ ആയുധങ്ങൾക്കോ ശത്രുവിന്റെ തന്ത്രങ്ങൾക്കോ എന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. കാരണം എന്നെ പേര് ചൊല്ലി വിളിച്ചത് ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയ സൃഷ്ടാവാണ്. അവനൊരു നാളും എന്നെ മറക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, നരയോളം ഞാൻ നിന്നെ ചുമക്കാം, നിന്റെ കൂടെ ഞാൻ ഇരിക്കാം. ആര് കൈവിട്ടാലും ആര് മറന്നാലും ഈ കർത്താവ് നമ്മളെ മറക്കത്തില്ല.